വി.ഡി. സതീശൻ്റെ പ്രതിപക്ഷത്തിൻ്റെ ഒരു കള്ളം കൂടി പൊളിയുകയാണ്. പാലക്കാട് എലപ്പുള്ളിയിൽ ബ്രൂവറി ആരംഭിക്കുന്നതിനായി കമ്പനി സ്ഥലം വാങ്ങിയത് പ്രയാഗ കോളേജ് ആരംഭിക്കാനാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു എന്ന് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആരോപിച്ചിരുന്നു. വി.ഡി. സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ വാക്കുകളൊന്ന് കേൾക്കാം ആദ്യം. എലപ്പുള്ളി പഞ്ചായത്തിൽ 26 ഏക്കർ ഈ സ്ഥലം മതിൽ കെട്ടിയെടുത്തിട്ടുണ്ട്. നാട്ടുകാരോടും പഞ്ചായത്തിനോട് ഈ കമ്പനി പറയുന്നത് കോളേജ് തുടങ്ങാനാണ്. കോളേജ് തുടങ്ങാൻ വേണ്ട കോളേജാണ് ഇപ്പോൾ ഈ സർക്കാരിൻ്റെ കോളേജ് എന്ന് പറയുന്നത്. ഇതാണ് മദ്യനിർമ്മാണ യൂണിറ്റാണ്. കോളേജ് തുടങ്ങാമെന്ന് പറഞ്ഞിട്ടാണ് അവിടെ സ്ഥലം വാങ്ങിച്ചത്. 2 കൊല്ലം മുമ്പ് കമ്പനി പരിപാടി ആരംഭിച്ച 2 കൊല്ലം മുമ്പ് എക്സൈസ് മന്ത്രി ഈ സർക്കാരും ഇവരുമായിട്ട് ഈ കമ്പനിയുമായിട്ടുള്ള ഗൂഢാലോചന ആരംഭിച്ചതാണ്. അപ്പോൾ ചോദ്യങ്ങൾക്ക് ആദ്യം മറുപടി പറയണം. എന്നാൽ വി.ഡി. സതീശൻ്റെ വാദം തെറ്റാണെന്ന് പ്രയാഗ കോളേജ് ചെയർമാൻ സന്ദീപ് കൈരളി ന്യൂസിനോട് പറയുന്നു. കോളേജിനായി വാങ്ങിയ സ്ഥലത്തല്ല ബ്രൂവറി വരുന്നതെന്ന് സന്ദീപ് വ്യക്തമാക്കുന്നു. ആ വാക്കുകൾ കൂടി കേൾക്കാം. അവിടെ 22 ഏക്കറില്ല. ഞങ്ങൾ കോളേജ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെൽഫ് ഫിനാൻസിങ്ങിന് വാങ്ങിയ 7 ഏക്കർ സ്ഥലം മാത്രമേ ഉള്ളൂ. തൊട്ടടുത്തുള്ള സ്ഥലം അത് ബ്രൂവറിയോ ആരോ കമ്പനിക്കാർ വാങ്ങുന്നു എന്ന് പറഞ്ഞിരുന്നു. അവർ സത്യം പറഞ്ഞാൽ ഒരു അപ്പുട്ടിയേട്ടൻ എന്ന് പറഞ്ഞൊരു വ്യക്തി ഞങ്ങളെയും സമീപിച്ചിരുന്നു 1 വർഷം മുന്നേ സ്ഥലം വിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ കോളേജ് നടത്തുന്നവരായതുകൊണ്ട് ഞങ്ങൾക്ക് കോളേജ് നടത്താനായിട്ട് ഞങ്ങൾ എല്ലാ അപ്രൂവലും പെർമിഷനോട് കൂടി ഇവിടെ 300ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. അവരങ്ങോട്ട് മാറ്റാനായിട്ടുള്ള കാര്യങ്ങളായിട്ട് ഞങ്ങൾ പോകുന്ന സമയത്താണ് പെട്ടെന്ന് ഈ വാർത്ത ചില മാധ്യമ സുഹൃത്തുക്കൾ വന്ന് പറയുന്നതും ഇന്നലെ മാധ്യമങ്ങളുടെ നമ്മളിങ്ങനെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്യുന്നത്. അപ്പോൾ അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ അവിടെ വന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ട് ഈ മതിൽ കിട്ടിയ സ്ഥലത്താണ് ഈ കോളേജ് എന്താ പറയുക ബ്രൂവറി വരുന്നതെന്ന് പറയുന്നത് തീർത്തും സത്യവിരുദ്ധമായ കാര്യമാണ്. ആ മതിൽ കിട്ടിയ സ്ഥലം എന്ന് പറയുന്ന സ്ഥലം കോളേജിന് പ്രയാഗ എന്ന് പറയുന്ന കോളേജിന് 300ഓളം കുട്ടികൾ അട്ടപ്പാടി എന്ന് വരെയുള്ള കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാണ്. തീർച്ചയായും ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സച്ചിൻ വള്ളിക്കാട് കൂടി ചേരുകയാണ്. സച്ചിൻ, ആരോ പറഞ്ഞു കേട്ട് വെറുതെ ആരോപണത്തിന് വേണ്ടിയുള്ള ആരോപണം എന്ന് വ്യക്തമാവുകയാണ്. എന്താണ് പ്രയാഗയുടെ അധ്യാപകനടക്കം ഈ വിഷയത്തിൽ പറഞ്ഞത്, പ്രതികരിച്ചത്? അജിംഷാദ്, വി.ഡി. സതീശൻ്റെ വാദം വീണ്ടും പൊളിയുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ വേണ്ടി സാധിച്ചത്. ഞാനിപ്പോൾ നിൽക്കുന്നത് എലപ്പുള്ളി പഞ്ചായത്തിൽ പ്രയാഗ കോളേജിന് വേണ്ടി 2018 വാങ്ങിയ ഭൂമിയാണ്. ഈ ഭൂമിയാണ് ഇവിടെ 7 ഏക്കറോളം വരുന്ന ഈ ഭൂമിയാണ് വി.ഡി. സതീശൻ പറഞ്ഞത് ബ്രൂവറിക്കായി സംസ്ഥാന സർക്കാർ 2 വർഷം മുന്നേ വാങ്ങിയത് എന്ന തരത്തിലുള്ള ഒരു വ്യാജ ആരോപണമാണ് വി.ഡി. സതീശൻ ഉന്നയിച്ചത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ മതിൽ കെട്ടിത്തിരിച്ച ഭൂമി 24 ഏക്കർ ഇല്ല, വെറും 7 ഏക്കർ മാത്രമാണ് ഉള്ളത്. ഇത് 2018 തന്നെ കോളേജ് അധികൃതർ ഇവിടെ വാങ്ങി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതാണ്. 2022 എലപ്പുള്ളി പഞ്ചായത്ത്, അതായത് കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്താണ്, ആ പഞ്ചായത്താണ് ഇവർക്കിവിടെ കോളേജ് നിർമ്മാണത്തിനുള്ള അനുമതി അടക്കം നൽകിയത്. നിലവിൽ കോളേജ് പാലക്കാട് കൽമണ്ഡപത്ത് താൽക്കാലികമായിട്ടുള്ള കെട്ടിടത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ കോളേജ് മതിൽ കെട്ടിത്തിരിച്ച ഭാഗത്താണ് ഈ സ്ഥലം, കോളേജിൻ്റെ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഈ സ്ഥലത്തെയാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ വ്യാജ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ജനങ്ങളെ ഒന്നാകെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. കാരണം ഈ കോളേജിന് സമീപത്തുള്ള സ്ഥലമാണ് ബ്രൂവറിക്കായി കമ്പനി വാങ്ങിയിട്ടുള്ളത്. അത് 24 ഏക്കർ വരുന്ന ഭൂമിയാണ്. അവിടെ മതിൽ കെട്ടിത്തിരിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ പ്രാരംഭഘട്ട പ്രവർത്തനങ്ങളൊന്നും തന്നെ ആരംഭിച്ചിട്ടില്ല. എന്നാൽ കേരളത്തിൻ്റെ പ്രമുഖ രാഷ്ട്രീയ നേതാവ് കൂടിയായിട്ടുള്ള വി.ഡി. സതീശൻ വ്യാജ ആരോപണങ്ങൾ മുൻപ് ഉന്നയിച്ചതുപോലെ തന്നെ വീണ്ടും ഉന്നയിച്ചുകൊണ്ട് ആ വാദങ്ങൾ രംഗത്തെത്തി അവർ മതിൽ കെട്ടിത്തിരിച്ചിട്ടുണ്ട് അല്ലേ? തീർച്ചയായും കോളേജ് 2018 തന്നെ ഇവിടെ സ്ഥലം വാങ്ങിയിരുന്നു. ആ സ്ഥലം മതിൽ കെട്ടി തിരിച്ചുകൊണ്ട് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരുന്നു. 2022 കോളേജിന് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനുള്ള അനുമതി ഈ എലപ്പുള്ളി പഞ്ചായത്ത്, അതായത് കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്ത് കൂടിയാണ്. എന്നിട്ട് പോലും കോൺഗ്രസിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റിനെ അടക്കം തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലാണ് ഈ വി.ഡി. സതീശൻ്റെ ആരോപണം എത്തിയിട്ടുള്ളത്. കാരണം ഇന്നലെ ചില മാധ്യമങ്ങൾ വി.ഡി. സതീശൻ്റെ ആരോപണം
ആരോപണത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ട് ഈ കോളേജിൻ്റെ സ്ഥലത്ത് എത്തിക്കൊണ്ട് ഇവിടെ നിന്നും പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ അടക്കം പ്രതികരണം എടുത്തുകൊണ്ടാണ് വ്യാജ വാർത്ത പടച്ചുവിട്ടത്. അവരടക്കം ഉന്നയിച്ചത് ഈ സ്ഥലത്താണ് ബ്രൂവറി വരുന്നത് എന്ന തരത്തിൽ വലിയൊരു വ്യാജ ആരോപണം, കേരളത്തിലെ ജനങ്ങളെ ഒന്നാകെ പറ്റിക്കുന്ന തരത്തിലുള്ള ഒരു ആരോപണമാണ് ഉന്നയിച്ചിട്ടുള്ളത്. അതാണ് ഇപ്പോൾ പൊളിഞ്ഞടങ്ങിയിട്ടുള്ളത്. കാരണം ഇത്തരത്തിൽ കോളേജുമായി യാതൊരു ബന്ധവുമില്ല. കോളേജ് കൃത്യമായി സെൽഫ് ഫിനാൻസിങ് കോളേജ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള സെൽഫ് ഫിനാൻസിങ് കോളേജാണ് പ്രയാഗ കോളേജ്. ഉന്നത വിദ്യാഭ്യാസം അടക്കമുള്ള വലിയ രീതിയിലുള്ള ഒരു മാറ്റം, അതായത് ഈ പിന്നോക്ക വിഭാഗം ആദിവാസികളും അതേപോലെ തന്നെ അട്ടപ്പാടി പോലുള്ള മേഖലയിലുള്ള കുട്ടികൾക്കടക്കം ഉന്നത വിദ്യാഭ്യാസം അടക്കം നൽകുന്ന ഒരു കോളേജാണ് പ്രയാഗ കോളേജ്. ആ കോളേജാണ് എലപ്പുള്ളിയിൽ 7 ഏക്കർ, ആദ്യം 5 ഏക്കറും പിന്നീട് 2 ഏക്കറും വാങ്ങിയതിന് ശേഷമാണ് ഇവിടെ സ്ഥലം വാങ്ങിയത്. ഈ പ്രയാഗ കോളേജിന്റെ ചെയർമാൻ നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കേട്ടു അല്പം മുമ്പ്. അതിൽ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്, സച്ചിൻ, അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്, ഇത് കോളേജിന് വേണ്ടി വാങ്ങിയ സ്ഥലമല്ല, കോളേജിന്റെ സ്ഥലം കൃത്യമായി വാങ്ങുകയും അത് മതിൽ കെട്ടി തിരിക്കുകയും ചെയ്തു. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ, ഇതൊക്കെ അറിയാവുന്ന പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പോലും തെറ്റിദ്ധാരണ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് ആ ചെയർമാൻ, കോളേജിന്റെ ചെയർമാൻ തന്നെ പറയുകയാണ് നമ്മളോട്, പ്രയാഗ കോളേജിന്റെ. അപ്പോൾ ബോധപൂർവമായ ഒരു വികസന വിരുദ്ധ നീക്കമാണ് ഇതിന്റെ പിന്നിൽ എന്ന് വ്യക്തമാവുകയല്ലേ? തീർച്ചയായും. കാരണം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, നേരത്തെ എം പി രാജേഷ് മന്ത്രി പറഞ്ഞതുപോലെ തന്നെ ഈ വ്യാജ ആരോപണങ്ങൾ, കോൺഗ്രസിനുള്ളിൽ തന്നെയുള്ള തർക്കങ്ങളാണ് ഇത്തരത്തിലൊരു വിവാദത്തിന് പിന്നിൽ എന്ന് നേരത്തെ മന്ത്രി എം പി രാജേഷ് തന്നെ വ്യക്തമാക്കിയിരുന്നു. അതിൽ പ്രധാനപ്പെട്ട കാര്യം, പ്രതിപക്ഷ നേതാവാൻ വേണ്ടി വി ഡി സതീശനും അതേപോലെ തന്നെ രമേശ് ചെന്നിത്തലയും തമ്മിൽ തർക്കം നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ബാക്കി പത്രം കൂടിയാണ് ഇത്തരത്തിൽ എലപ്പുള്ളിയിൽ ബ്രൂവറി വരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദം എന്ന കാര്യമാണ് മന്ത്രി എം പി രാജേഷ് വ്യക്തമാക്കി. ഇത്തരം ഒരു വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ വിഷയം വിവാദമാക്കാൻ വേണ്ടിയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെയാണ് ഇപ്പോൾ കോളേജ് അധികൃതർ തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. അജിംഷാദ്, തീർച്ചയായും. കാരണം നേരത്തെ മന്ത്രി എം പി രാജേഷ് പറഞ്ഞു, വികസനത്തെ തടസ്സപ്പെടുത്താൻ ഉള്ള നീക്കമാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുണ്ടാകുന്നത്. അതിൽ ഒരു യുക്തിയും കാരണവുമില്ലാതെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് വിഴിഞ്ഞത്തിനെതിരെ പറഞ്ഞു, ദേശീയപാത വികസനത്തിനെതിരെ പറഞ്ഞു, ഗെയിൽ പൈപ്പ് ലൈനെതിരെ പറഞ്ഞു, മറ്റ് കേരളിനെതിരെ പറഞ്ഞിരുന്നു, ഒപ്പം വാട്ടർ മെട്രോയ്ക്കെതിരെ പറഞ്ഞിരുന്നു. ഇങ്ങനെ എല്ലാ കാര്യത്തിലും പ്രതിപക്ഷം പറയുന്ന കാടടച്ച് വെടിവെക്കുക, ഒറ്റ ന്യായം. അതുതന്നെയാണ് ബ്രൂവറി വിഷയത്തിലുണ്ടാകുന്നത്. നോക്കൂ, ആ സമീപ പ്രദേശത്തെ അടക്കം ജോലി സാധ്യതകൾ വർദ്ധിക്കുന്ന, തൊഴിലവസരങ്ങൾ വർദ്ധിക്കുന്ന ഒരു സംരംഭമാണ്. മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന മദ്യവുമായി ബന്ധപ്പെട്ട പണം അടക്കം നമ്മുടെ സംസ്ഥാനത്തിലേക്ക് ലഭിക്കുന്ന ഒന്നാണ്. ജോലി സാധ്യതകൾ കൂടുന്ന ഒന്നാണ്. ഇങ്ങനെയുള്ള ഒരു സാധ്യതയാണ് അട്ടിമറിക്കുന്നത്. ആദ്യം പറഞ്ഞിരുന്ന കാരണങ്ങൾ അടക്കം ഓരോന്നോരോന്നായി പൊളിഞ്ഞു വീഴുകയാണ്. ദില്ലി മദ്യ അഴിമതിയുമായി ബന്ധപ്പെട്ടാണെന്ന് പറയുന്നു. അത് കോൺഗ്രസ് ദേശീയ തലത്തിൽ തന്നെ പ്രതിരോധത്തിലാകുന്ന ഒന്നാണ്. അതിൽ നിന്ന് പിന്നീട് പിന്മാറുന്നു. ജലചൂഷണം എന്നത് പറയുന്നു, അതിൽ നിന്നും പിന്മാറേണ്ടി വന്നു. കാരണം ജലസേചന വകുപ്പിൽ നിന്നുള്ള ജലമാണ് അവിടെ ഉപയോഗിക്കുക എന്നുള്ളത് വ്യക്തമാകുന്നു. പിന്നീട് സോളാർ അടക്കമുള്ള ഊർജ സംഭരണ രീതികളായിരിക്കും ഒരു പക്ഷേ പരീക്ഷിക്കാൻ ശ്രമിക്കുന്നത് എന്ന കാര്യത്തിൽ ആയിരുന്നു പിന്നീട് പറയുന്നത്. അങ്ങനെ ഓരോ ഘട്ടങ്ങളിലുമുള്ള പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങൾ പൊളിഞ്ഞു വീഴുകയാണ് ചെയ്തത്. ഒടുവിലാണിപ്പോൾ ഇതുകൂടി പൊളിഞ്ഞു വീഴുന്നത്. ഭൂമിയുടെ കാര്യത്തിൽ പ്രയാഗ കോളേജിനെ ബന്ധപ്പെടുത്തിയുള്ള നീക്കം. അങ്ങനെ അപ്പോൾ വികസന വിരുദ്ധമായ ഒരു കാടടച്ച കക്ഷി രാഷ്ട്രീയ നീക്കം എന്നതിനപ്പുറത്തേക്ക് ഒരു കാര്യവുമില്ല. അതിനായി പല കള്ളങ്ങളുമാണ് വി ഡി സതീശൻ ഉന്നയിക്കുന്നതെന്ന് വ്യക്തമാവുകയാണ് ഇവിടെ. അതാണ് പ്രയാഗ കോളേജ് ചെയർമാൻ പറയുന്ന കാര്യങ്ങളിലെ വസ്തുത സൂചിപ്പിക്കുന്നത്. സച്ചിൻ, തീർച്ചയായും അജിംഷാദ്, അതുതന്നെയാണ് ഇപ്പോൾ വ്യക്തമാവുന്നത്. കാരണം വി ഡി സതീശൻ്റെ ഒരു വ്യാജ ആരോപണം കൂടെ ഇപ്പോൾ പൊളിഞ്ഞു വീണിരിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് ഈ കോളേജിൻ്റെ ഭൂമിയാണ് എന്ന തരത്തിലുള്ള ഒരു വ്യാജ പ്രചരണം. കേരളത്തിൽ സംസ്ഥാന സർക്കാർ കോളേജിൻ്റെ മറവിൽ മദ്യനിർമ്മാണശാല ആരംഭിക്കുന്നു എന്ന തരത്തിലാണ് ജനങ്ങളെ ഒന്നാകെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ ആരോപണം വി ഡി സതീശൻ ഉന്നയിച്ചിട്ടുള്ളത്. എന്നാൽ അത് തികച്ചും അസംബന്ധമായ കാര്യമാണ്, വ്യാജ കാര്യമാണ് എന്ന കാര്യമാണ് ഇപ്പോൾ കോളേജ് അധികൃതർ തന്നെ
വ്യക്തമാക്കിയിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ സ്ഥലത്തിന് അനുമതി നൽകിയതടക്കം, കോളേജിന് 7 ഏക്കർ ഭൂമി നൽകിയതടക്കം കോൺഗ്രസ് ഭരിക്കുന്ന എലപ്പുള്ളി പഞ്ചായത്താണ്. അവരുടെ കയ്യിൽ നിന്നും കോളേജ് നിർമ്മാണത്തിന് വേണ്ടിയുള്ള അനുമതി അടക്കം 2022 കോളേജിന് നൽകിയിട്ടുണ്ട്. എന്നിട്ടാണ് പഞ്ചായത്ത് പ്രസിഡന്റിനെ അടക്കം തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ VD സതീശൻ പഞ്ചായത്തിന് കൃത്യമായി പഞ്ചായത്താണ് ഇതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന നിലയിൽ പഞ്ചായത്താണ് ആ കോളേജിന്റെ വസ്തുവിനെ സംബന്ധിച്ച് അറിയാവുന്നതും ആ ലൈസൻസ് അടക്കം നൽകുന്നതിലേക്കുമൊക്കെയുള്ള പ്രക്രിയകൾ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെതാണ്, അപ്പോൾ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെതാണ്. അപ്പോൾ സ്വാഭാവികമായി ആ പഞ്ചായത്തിന് അറിയാം അതിലെ വസ്തുത, എന്നിട്ടത് മറച്ചു വെക്കുന്നു എന്നതാണ്. അതായത് ബോധപൂർവം, ഒരു അബദ്ധത്തിലുള്ള കള്ളമല്ല, ബോധപൂർവമുള്ള കള്ളം ആണ് സതീശൻ അടക്കം അത് ആവർത്തിക്കുന്നതും പറയുന്നതും. സച്ചിൻ, ഞാൻ തിരിച്ചെത്താം. ആ പ്രയാഗ കോളേജിൻ്റെ ചെയർമാൻ സന്ദീപ് നമ്മളോട് പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി ഒന്ന് കേൾക്കാം. അവിടെ 22 ഏക്കർ ഇല്ല. ഞങ്ങൾ കോളേജ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെൽഫ് ഫിനാൻസിങ്ങിന് വാങ്ങിയ 7 ഏക്കർ സ്ഥലം മാത്രമേ ഉള്ളൂ. തൊട്ടടുത്തുള്ള സ്ഥലം അത് ബ്രൂവറിയോ ആരോ കമ്പനിക്കാർ വാങ്ങുന്നു എന്ന് പറഞ്ഞിരുന്നു. അവർ സത്യം പറഞ്ഞാൽ ഒരു അപ്പുട്ടിയേട്ടൻ എന്ന് പറഞ്ഞൊരു വ്യക്തി ഞങ്ങളെയും സമീപിച്ചിരുന്നു 1 വർഷം മുന്നേ, സ്ഥലം വിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ കോളേജ് നടത്തുന്നവരായതുകൊണ്ട് ഞങ്ങൾക്ക് കോളേജ് നടത്താനായിട്ട് ഞങ്ങൾ എല്ലാ അപ്രൂവലും പെർമിഷനോട് കൂടി ഇവിടെ 300ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. അവരങ്ങോട്ട് മാറ്റാനായിട്ടുള്ള കാര്യങ്ങളായിട്ട് ഞങ്ങൾ പോകുന്ന സമയത്താണ് പെട്ടെന്ന് ഈ വാർത്ത ചില മാധ്യമ സുഹൃത്തുക്കൾ വന്ന് പറയുന്നതും ഇന്നലെ മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്യുന്നത്. അപ്പോൾ അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ അവിടെ വന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ട് ഈ മതിൽ കിട്ടിയ സ്ഥലത്താണ് ഈ കോളേജ് ബ്രൂവറി വരുന്നതെന്ന് പറയുന്നത് തീർത്തും സത്യവിരുദ്ധമായ കാര്യമാണ്. ആ മതിൽ കെട്ടിയ സ്ഥലം എന്ന് പറയുന്ന സ്ഥലം കോളേജിന്, പ്രയാഗ എന്ന് പറയുന്ന കോളേജിന് 300ഓളം കുട്ടികൾ, അട്ടപ്പാടി എന്ന് വരെയുള്ള കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാണ്.